നമസ്കാരം, സുബിലാലാണ്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു 7 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയ ഈ സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുവിധം പുതിയതായി ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപക്ഷെ പറ്റാവുന്ന തെറ്റുകൾ തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, ദി പീപ്പിൾ ഹു ലേൺ ഫ്രം ദെയർ മിസ്റ്റേക്സ് ആർ സ്മാർട്ട്, ബട്ട് ദ പീപ്പിൾ ഹു ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ് ആർ സ്മാർട്ടർ. അതുകൊണ്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് എന്നെക്കാൾ സ്മാർട്ട് ആക്കാൻ സാധിക്കും. എന്റെ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിച്ചു, പക്ഷെ അതിന് ഞാൻ കൊടുക്കേണ്ടി വന്നത് വളരെ വലിയൊരു വിലയാണ്. നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യലി, മൈ ടൈം, മൈ റെപ്യൂട്ടേഷൻ, a lot of things. So നിങ്ങൾ ആ തെറ്റ് ആവർത്തിക്കരുത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ചില പോയിന്റ്സ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അതിന് മേലെ വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് ഐ റിക്വസ്റ്റ്, പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദീസ് മിസ്റ്റേക്സ്. സോ ലെറ്റ്സ് വാച്ച് ഓൺ. ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് മിസ്റ്റേക്ക് ആയിട്ട് lack of documentation. അതെ, ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം യുവർ പാർട്ട്ണർഷിപ്പ് ഡീഡ്, HR പോളിസീസ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആയിരിക്കണം. അതിനെല്ലാം ഒരു പ്രോപ്പർ പ്രൊസീജിയേഴ്സ് വേണം. ഈ ഡോക്യുമെന്റേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇൻ ബിറ്റ്വീൻ ദി ഫൗണ്ടേഴ്സ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വെർ നോട്ട് ക്ലിയർ. ഞങ്ങൾക്ക് HR പോളിസീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനോ ഒരു പ്രോപ്പർ ഓഫർ ലെറ്ററോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോഴെല്ലാം സ്റ്റാഫ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഓഫർ ലെറ്റർ പോലും ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്. കാരണം ഒരു പുതിയ സ്റ്റാഫിന് അവർ എന്തിനാണ് ഹയർ ചെയ്യപ്പെടുന്നതെന്നോ, അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്നോ, എൻഡ് ഓഫ് ദി മന്ത് എങ്ങനെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നോ ഒരു ക്ലൂവും ഇല്ല. ഈവൻ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മളുടെ റിപ്പോർട്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെല്ലാം റെഫർ ചെയ്തിട്ട് വേണം ഒരു ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ എടുക്കണമെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു ഡാറ്റ ഇല്ലായിരുന്നു. കാരണം വി വർ നോട്ട് അറ്റ് ഓൾ ഡോക്യുമെന്റിങ് എനിത്തിങ്. സോ ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ നമ്മളുടെ ബിസിനസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദീസ് ഡോക്യുമെന്റ്സ് ആർ ഗോയിങ് ടു ബി ദർ. സോ നാളെ നമുക്ക് തിരിഞ്ഞ് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ, എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നാളെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടോപ്പ് മാനേജ്മെന്റിൽ ആരെങ്കിലും എംപ്ലോയ് ചെയ്യണമെങ്കിൽ, ഒരു ഇൻവെസ്റ്ററെ വിളിക്കണമെങ്കിൽ എല്ലാവരും നോക്കുന്നത് ഡോക്യുമെന്റ്സ് മാത്രമാണ്. സോ വി നീഡ് ടു ഹാവ് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് I did that mistake. I didn't make any document. So നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ ട്രൈ ടു ഡോക്യുമെന്റ് എവറിത്തിങ്. ഐ മീൻ എവറിത്തിങ്. അതിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലയന്റുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, പേയ്മെന്റ് പെൻഡിംഗ് ആണ്, നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ആൻ അഗ്രിമെന്റ് വിത്ത് യുവർ ക്ലയന്റ്. നൗ കമ്മിങ് ടു യുവർ സ്റ്റാഫ്, യു ഷുഡ് ഹാവ് എ പ്രോപ്പർ അഗ്രിമെന്റ് വിത്ത് യുവർ സ്റ്റാഫ്. ബിക്കോസ് വൈൽ എംപ്ലോയ്മെന്റ് നിങ്ങളുടെ സ്റ്റാഫ് ചെയ്യുന്ന വർക്കിന്റെ പ്രൊഡക്ഷന്റെ ഓണർഷിപ്പ് നിങ്ങൾക്കാണ്. ഇഫ് ദേ സെൽ ഇറ്റ് ഓഫ്, വാട്ട് ക്യാൻ യു ഡു വിത്ത്? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ അഗ്രിമെന്റ് ദർ. അതുപോലെ നോട്ടീസ് പീരീഡ്. I had some incidents like some of my employees left even without intimating me. അതായത് പെൻഡിംഗ് ആയിരിക്കുന്ന ചില വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് I had to hire someone new, but it took a lot of time. ആ ഒരു ടൈമിൽ കസ്റ്റമേഴ്സ് നമ്മളുടെ കൂടെ നിൽക്കണമെന്നില്ല. So always make agreements, proper agreements, documentation. Never skip that. The second mistake I did is there was no process at all. Do you know what a process is? There has to have a process for everything, especially the task management. When you get a new client, you need to make an action plan. You need to delegate that to your staff, your team members and all. ആ സമയത്ത് you should have a proper task delegation system. അല്ലെങ്കിൽ how will you monitor that? എനിക്ക് പറ്റിയ വേറൊരു വലിയ മിസ്റ്റേക്ക് ആണത്. Because someday for some reason when I call up people and ask about something, everybody is clueless. ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടില്ല. Because there is no one responsible for that. The task delegation was not in system. ഒരു ക്ലയന്റ് വന്നു, ഒരു പേപ്പറിൽ വർക്കുകൾ എഴുതി ടീം ലീഡിന് കൊടുത്തു, ടീം ലീഡർ ബട്ട്ലർക്ക് കൊടുത്തു. എവിടെയാണ്, ആരുടെ കയ്യിലാണ് പെൻഡിങ് എന്ന് നമുക്ക് ഒരിക്കലും ട്രേസ് ചെയ്യാൻ പറ്റില്ല. എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ഫാൾസ് ഓൺ us. അപ്പോ അത് നമുക്ക് ക്ലയന്റിനോട് ഒരിക്കലും പറയാനും സാധിക്കില്ല, സർ വി ഹാഡ് എ പ്രോബ്ലം ലൈക്ക് ദിസ്, ബിക്കോസ് വി വർ റിപ്പീറ്റഡ്ലി ഡൂയിങ് ദ സെയിം പ്രോബ്ലം. സോ ടാസ്ക് ഡെലിഗേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. ഈ ടാസ്ക് ഡെലിഗേഷനിലൂടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ സാധിക്കും, മോണിറ്ററിങ്. ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു, എന്ത് കൊടുത്തു, എപ്പോഴാണ് ഇത് റിട്ടേൺ വരുന്നത്, എത്ര ടൈം അവിടെ സ്പെൻഡ് ആയിരിക്കും, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ മോണിറ്ററിംഗ് സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് മാൻ പവർ മാനേജ്മെന്റ് നന്നായി ചെയ്യാൻ സാധിക്കും. അതിന്റെ പരിമിത ഫലമായിട്ട് നിങ്ങളുടെ കമ്പനിയിലെ ഓരോരുത്തരുടെയും വർക്കിംഗ് അവേഴ്സിന്റെ വാല്യൂയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ത്രൂ വിച്ച് നിങ്ങൾ സെല്ല് ചെയ്യുന്ന സർവീസിന്റെയോ പ്രൊഡക്റ്റിന്റെയോ ഒരു കോസ്റ്റിംഗിലേക്ക് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. When you don't have a system like this, you cannot delegate tasks and you cannot monitor. ഈ രണ്ട് പ്രോസസ്സും നടക്കാതെ വരുമ്പോൾ
യു കനോട്ട് ഡു അപ്രൈസൽ. കാരണം ഇതിൽ ആരാണ് നന്നായി വർക്ക് ചെയ്യുന്നത്, ആരാണ് റിയൽ പ്രൊഡക്റ്റീവ് എന്ന് അറിഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരാൾക്ക് പ്രൊമോഷനോ എന്തെങ്കിലും ഇൻസെന്റീവോ കൊടുക്കാൻ പറ്റുള്ളൂ. യു നീഡ് ടു അപ്രൈസ് പീപ്പിൾ. കാരണം അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ സാലറി കിട്ടുന്നതും ഇതുപോലെയുള്ള അപ്രൈസൽ പ്രോഗ്രാംസ് എല്ലാമാണ്. ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എൻഡ് ഓഫ് ദി ഡേ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഇതെല്ലാമാണ്. ഇത് കൊടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്. വെറുതെ ഒരാൾ നന്നായി സംസാരിച്ചുകൊണ്ട് അയാൾക്ക് ഒരു അപ്രൈസൽ കൊടുക്കാൻ പറ്റില്ല. We need to look at the performance of the people. For that process has to be there. Delegation, monitoring, appraisal. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങൾക്ക് നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പ്രോബ്ലം വരുന്ന സമയത്ത് എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയായിരുന്നു. ഹു ഈസ് ഗുഡ് ഫോർ വാട്ട് എന്ന് ഞങ്ങൾക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല. സോ യു നെവർ ഡു ദിസ് മിസ്റ്റേക്ക്. ഓൾവേസ് ഹാവ് എ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ആൻഡ് പ്രോസസ് ഇൻ പ്ലേസ്. ഇത് ഫസ്റ്റ് ഡേ തൊട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇത് രണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ഇതൊരു കഴിഞ്ഞാണിടുന്ന പോലെ തോന്നും. ആൻഡ് ദേ വിൽ റെസിസ്റ്റ് ഫോർ ദാറ്റ് ചേഞ്ച്. ഇത് അവരുടെ ഒരു ഫ്രീഡം ആണ് കുറയ്ക്കുന്നത്. ദേ ആർ ആൻസറബിൾ ഫോർ മെനി തിങ്സ്, ദേ ആർ അക്കൗണ്ടബിൾ ഫോർ മെനി തിങ്സ്. സോ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് ആദ്യമേ തൊട്ട് പറ്റുന്നില്ല എങ്കിൽ പതിയെ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുക. വിത്ത് എവരി ഹയർ യു ഇംപ്ലിമെന്റ് ദി സിസ്റ്റം. അങ്ങനെ പതിയെ ഗ്രാജുവലി ആയിട്ട് കൊണ്ടുവരിക. പക്ഷെ ഇത് വളരെ ആവശ്യമാണ്. ദി തേർഡ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ഡിഡ് ഈസ് I didn't invest in developing a good management team. ഒരു പരിധി വിട്ട് നിങ്ങളുടെ ടീം വളരുമ്പോൾ, അല്ലെങ്കിൽ കമ്പനി വളരുമ്പോൾ, നിങ്ങളുടെ ക്ലയന്റിൽ കൂടുമ്പോൾ, യു ഷുഡ് ഹാവ് പ്രോപ്പർ മാനേജർ ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഡയറക്ട്ലി എല്ലാ സ്റ്റാഫിനോടും സംസാരിക്കുന്നത്. യു വിൽ ബി എൻഗേജ് ത്രൂ ഔട്ട് ദി ഡേ. ബിസിനസ് സ്കെയിൽ ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് സമയവും കിട്ടില്ല. യു വിൽ ബി സ്ട്രെസ്ഡ് ഔട്ട്. സോ നിങ്ങൾ നല്ല മാനേജേഴ്സിനെ കണ്ടെത്തിയിട്ട് ഓരോ ടീമിനെയും മാനേജ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ സ്കെയിലിംഗ് അപ്പ് പ്രോസസ്സിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഓൾവേസ് ഹാവ് എ ഗുഡ് ഫ്രണ്ട് ലൈൻ മാനേജ്മെന്റ് ടീം. Having managers is a good solution. Having good managers, not just anyone. കാരണം these people are going to make or break your future. The fourth mistake which I did, not delegating in the right power and responsibility. The right power first, then responsibility. എന്റെ ടീമിലുള്ളവർ, ടീം ലീഡ്സിന് റിയൽ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാതെ പോയത് എന്റെ മറ്റൊരു തെറ്റാണ്. എല്ലാ പവറും റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ ഫൗണ്ടേഴ്സ് തന്നെ കയ്യിൽ വെക്കാൻ ശ്രമിച്ചു. സംഭവിച്ചു വേറൊന്നുമല്ല, ഓരോ പ്രശ്നം വരുമ്പോഴും they will stand in front of us. എന്നിട്ട് എല്ലാ കാര്യങ്ങളുടെ സൊല്യൂഷനും മാൻ പവർ മാനേജ്മെന്റും ടാസ്ക് മാനേജ്മെന്റും എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട അവസ്ഥ വന്നു. ആൻഡ് വി റിയലി ഗോട്ട് ഓവർ ബർഡൻ ആൻഡ് വി കുഡ് നോട്ട് മാനേജ് ഇറ്റ്. പക്ഷേ നമ്മൾ ടീം ലീഡ്സിന് ഒരു പക്ഷേ പവർ കൊടുത്തിരുന്നെങ്കിൽ കുറെ കാര്യങ്ങൾ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഹ്യൂമൻ റിസോഴ്സിന്റെ കുറവ് ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മാനേജ് ചെയ്യാനുള്ള പവർ അവർക്ക് ഉണ്ടായിരുന്നില്ല. പവർ ഉണ്ടായിരുന്നില്ല എന്നല്ല, ദിസ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി നോബഡി വിൽ ടേക്ക് വോളണ്ടിയർലി. യു ഹാവ് ടു അസൈൻ ദാറ്റ്, ഡെലിഗേറ്റ് ദാറ്റ്. ആരും വന്ന് ചോദിച്ചു വാങ്ങില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മേക്കിംഗ് ദം ആൻസറബിൾ, അക്കൗണ്ടബിൾ ഫോർ മെനി തിങ്സ്. ഇതിന്റെ കൂടെ തന്നെ യു ഷുഡ് ഗീവ് ദം എ ഗുഡ് സിസ്റ്റം ഓഫ് communication. Daily you should have communication planned, like meetings, maybe with team leads, weekly meetings, monthly റിവ്യൂസ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ ഹാസ് ടു ബി പ്രോപ്പർ. അതുപോലെ തന്നെ ഏതൊരു ക്രിട്ടിക്കാലിറ്റി വരുമ്പോൾ ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ. യു ഷുഡ് എൻഷുർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് വെരി സ്ട്രേറ്റ് ആൻഡ് ഈസിലി ഹാപ്പനിങ് ഇൻ യുവർ ടീം. ഇതില് മിഡിൽ മാനേജ്മെന്റ് പറയുന്ന കഥകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. കാരണം അവർ പറയുന്നത് അവരെ സേഫ് ആക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദ റിയാലിറ്റി മേ ബി ഡിഫറെന്റ്, ദ ഗ്രൗണ്ട് റിയാലിറ്റി മേ ബി ഡിഫറെന്റ്. സോ മിഡിൽ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ you should let your teammates to talk with you so that you will really understand what is actually happening between the entire team. ഈ ഒരു ഫ്രീഡം നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല. I have given that freedom, but I haven't delegated the responsibilities and power. സോ എന്നോട് സംസാരിക്കാൻ വരുന്ന പല നിമിഷങ്ങളിലും ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഉത്തരം അവർ തരാൻ അവർ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും സാധിച്ചിരുന്നില്ല. Always give power, tell them to take responsibility. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കമ്മ്യൂണിക്കേഷൻ ഹാസ് ടു ബി പ്രോപ്പർ ബിറ്റ്വീൻ യുവർ ടീം. നിങ്ങളുടെ മുന്നിൽ നന്നായി സംസാരിക്കുന്നവർ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ നല്ല എംപ്ലോയീസ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായും ഒരുപോലെ ചെയ്യണം. ദി ഫിഫ്ത്ത് മിസ്റ്റേക്ക് ഐ ഡിഡ് ഈസ് മാസീവ് സ്കെയിലിംഗ് വിതൗട്ട് എ പ്രോപ്പർ പ്ലാൻ. അതെ, സ്കെയിലിംഗ് ഈസ് എ ഗുഡ് സൈൻ. നമ്മൾ വളരുന്നതിന്റെ ഒരു സൈനാണ് സ്കെയിലിംഗ് അപ്പ്. ബട്ട് ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മാസീവ് സ്കെയിലിംഗ് വിതൗട്ട് ഹാവിംഗ് എ പ്രോപ്പർ പ്ലാൻ ആൻഡ് ഇനഫ് ഫണ്ട്സ്. സ്കെയിലിംഗിൽ എപ്പോഴും ഫണ്ട്സ് ആവശ്യമാണ്. യു നീഡ് മോർ മാൻ പവർ, യു നീഡ് മോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിനെല്ലാം ഫണ്ട് ആവശ്യമാണ്.
ഇതിന്റെ ഒപ്പം തന്നെ if you are not generating that much sales as you have planned, then your liability is very huge. അപ്പോൾ അതിനുള്ള ഫണ്ട് നമ്മൾ ആദ്യമേ കാണണം. അങ്ങനെ ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങളുടെ വലിയ ഒരു മിസ്റ്റേക്സിൽ ഒന്നാണ്. പിന്നെ സ്കെയിലിംഗ് ഇൻ ദ റൈറ്റ് വേ ഇൻ റൈറ്റ് ടൈം ഓൾസോ മാറ്റേഴ്സ്. അതായത് സീസണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടെല്ലാം വേണം സ്കെയിൽ ചെയ്യാനായിട്ട്. ഞങ്ങൾ സ്കെയിൽ ചെയ്തതിൽ വളരെ വലിയൊരു പ്രശ്നം ഞങ്ങൾക്ക് പറ്റിയത്, ഞങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിലാണ് ടീമിനെ വിപുലീകരിച്ചത്. അതായത് ഒരു 4 പേരുണ്ടായിരുന്ന ടീം 15 പേരായി മാറിയത് ഈ ഒരു 4-5 മാസത്തിന്റെ ഇടയിലാണ്. ജൂൺ മുതൽ പൊതുവെ ബിസിനസ് ഡൗൺ ആണ്. സോ വി സ്റ്റാർട്ടഡ് ലൂസിങ് ക്ലയൻസ്. ഞങ്ങളുടെ ലയബിലിറ്റി കൂടി വന്നു, ഇപ്പോഴത്തെ ക്ലയൻസ് കുറഞ്ഞു വന്നു. സോ വി കുഡ് നോട്ട് മാനേജ് ദാറ്റ് സ്കെയിലിംഗ് അപ്പ്. സോ സ്കെയിലിംഗ് അപ്പ് മസ്റ്റ് ബി പ്ലാൻഡ് വെൽ ഇൻ അഡ്വാൻസ്. എല്ലാ റിസോഴ്സസും ആദ്യമേ കാണണം. കാരണം സ്കെയിലിംഗ് അപ്പ് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെ ബിൽഡ് ചെയ്ത് എല്ലാം നിങ്ങൾക്ക് നഷ്ടമാവും. യു വിൽ ഗോ ബാങ്ക്രപ്റ്റ്. ബട്ട് ഇഫ് ദ സ്കെയിലിംഗ് അപ്പ് പ്ലാൻ സക്സീഡ്, നിങ്ങളുടെ ബിസിനസ് മറ്റൊരു ലെവലിലേക്ക് വളരും. അതുകൊണ്ട് തന്നെ സ്കെയിലിംഗ് അപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ എംപ്ലോയിനെയും ഹയർ ചെയ്യുമ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വ്യക്തമായി എഴുതി അതിന്റെ ആവശ്യമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഒരാളെ ഹയർ ചെയ്യുക. ഫിക്സഡ് ലയബിലിറ്റി ഒരു കാരണവശാലും ആലോചിക്കാതെ ചെയ്യരുത്. റവന്യൂ ഉണ്ടെങ്കിൽ മാത്രം കൺസിഡർ ഹയറിംഗ്. അതും ജസ്റ്റിഫൈഡ് ആയിരിക്കണം. നിങ്ങൾ എത്ര വലിയ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫർദർ സ്കെയിലിംഗ് ഹാസ് ടു ബി ഫോർകാസ്റ്റഡ് വെൽ ഇൻ അഡ്വാൻസ് വിത്ത് ഇനഫ് റിസോഴ്സസ്. നെക്സ്റ്റ് ബിഗ് മിസ്റ്റേക്ക് വിച്ച് ഐ ഡിഡ് ഈസ് നെവർ എവർ ലീവ് യുവർ കോർ ഏരിയ. നിങ്ങളൊരു ടെക്നിക്കൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ, ആ കമ്പനി ജനിക്കാനും വളരാനും ഒരു കാരണമുണ്ട്. അതിന്റെ ബാക്കിൽ നിങ്ങളുടെ ഒരു സ്കില്ലിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ആ ഏരിയ വിട്ട് നിങ്ങൾ ഒരിക്കലും മൂവ് ചെയ്യരുത്. ഇഫ് യു ആർ എ ടെക്നിക്കൽ പേഴ്സൺ, സ്റ്റിക്ക് ടു ദാറ്റ്. ഡോണ്ട് ഗെറ്റ് ഇൻ ടു സെയിൽസ്. ഇഫ് യു ആർ എ സെയിൽസ് പേഴ്സൺ, ഡു ദ സെയിൽസ് വെൽ. ഡോണ്ട് ഗെറ്റ് ഇൻ ടു അതർ തിങ്സ്. യു ക്യാൻ മോണിറ്റർ തിങ്സ്, ബട്ട് ഡോണ്ട് ഇന്റർഫിയർ ഇൻ ടു ഇറ്റ്. നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റി അത് തന്നെയായിരിക്കണം. ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് വിച്ച് ഐ ഡിഡ്. ഐ വാസ് എ ടെക്നിക്കൽ പേഴ്സൺ. ഞങ്ങളുടെ ഫൗണ്ടേഴ്സിൽ ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ സ്കെയിലിംഗ് അപ്പ് ഞങ്ങളുടെ ഫിക്സഡ് ലയബിലിറ്റി കൂടി. വി ഡിഡ്ന്റ് ഹാവ് എ പ്രോപ്പർ സെയിൽസ് ടീം. സോ ഐ ഹാഡ് ടു ഗെറ്റ് ഇൻ ടു മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഇവിടെ സംഭവിച്ചത്, ഒരു ടെക്നിക്കൽ പേഴ്സൺ ആയിരുന്ന ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് പോയപ്പോൾ എൻ്റെ ടെക്നിക്കൽ സ്ട്രെങ്ത് കമ്പനിക്ക് നഷ്ടപ്പെട്ടു. അത് ഞങ്ങളുടെ വർക്ക് ഔട്ട്പുട്ടിനെ ബാധിക്കാൻ തുടങ്ങി. എനിക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീമിലേക്ക് ഇറങ്ങുന്നതിന് പകരം അവിടെ ഒരു സെയിൽസ് ടീമിനെ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഐ ഡിഡ് ദാറ്റ് മിസ്റ്റേക്ക്. ഐ ഗെറ്റ് ഇൻ ടു ദ സെയിൽസ്, ലീവിംഗ് ഇൻ ദ ടെക്, ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് ബ്ലണ്ടർ വിച്ച് ഐ ഡിഡ്. ആൻഡ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ടെക്കിലേക്ക് തിരിച്ചു വരാൻ നോക്കുമ്പോൾ വി ഹാഡ് സ്റ്റാർട്ടഡ് ലൂസിങ് ക്ലയൻസ്. ആ കുത്തൊഴുക്കിനെ പിടിച്ചു നിർത്താൻ ഇറ്റ് വാസ് വെരി ടഫ്. So we got into 2 problems. One, we are not generating enough sales. One, we are losing clients. This is a situation which any businessman doesn't want to face. Yes, ആ ഒരു സിറ്റുവേഷനിലേക്ക് കമ്പനി എത്തി. So be there, keep that area strong and delegate other areas to some other people. Maybe your partners, maybe team leads or managers, but never leave your chair. And the last mistake, the biggest mistake, എനിക്ക് ഉറപ്പുണ്ട് ഈ മിസ്റ്റേക്ക് നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതാണ് ദ മണി ഇൻ ആൻഡ് ദ മണി ഔട്ട് ബാലൻസിങ്. എൻ്റെ ടീമിൽ 14 പേര് 13 പേരും ഫിക്സഡ് ലയബിലിറ്റി കൊണ്ടുപോകുന്നവരാണ്. സാലറി ആയി എല്ലാ മാസവും ഒരു ഫിക്സഡ് എക്സ്പെൻസ് കൊണ്ടുപോകുന്നവരാണ്. കൊണ്ടുവരുന്നവർ ഒരാളെ ഉണ്ടായിരുന്നു. യു ക്യാൻ ഇമാജിൻ ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? പൈസ കൊണ്ടുവരുന്ന ഒരു ടീം, പൈസ കൊണ്ടുപോകുന്ന ഒരു ടീം. പ്രൊഡക്ഷൻ, സർവീസ്, സ്കിൽ സെറ്റ് ആർ ഡിഫറെന്റ്. അവിടെ നമുക്ക് ലെറ്റ്സ് ടേക്ക് ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ്, ഇതെല്ലാം ആവശ്യമാണ്. എങ്കിലേ നമുക്ക് ഒരു ക്ലയന്റിനെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. വി ക്യാൻ സെൽ എ സർവീസ്. അവിടെ ഒരു ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് ഫണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ടീം വേണം. ബാലൻസ്ഡ് ആയിട്ടൊരു ടീം വേണം. സെയിൽസ് ടീം. അവരുടെ ടാർഗറ്റ് എപ്പോഴും ഈ ഫിക്സഡ് ലയബിലിറ്റി എല്ലാം മീറ്റ് ചെയ്യുന്നതിന് മേലെ ആയിരിക്കണം. I failed to make a good sales team. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ റേഷ്യോ ഒരിക്കലും ബാലൻസ്ഡ് ആയിരുന്നില്ല. അകത്തേക്ക് വരുന്ന പൈസ ഒരാളിലൂടെയും പുറത്തേക്ക് പോകുന്നത് 14 പേരിലൂടെയായിരുന്നു. ഇറ്റ് ക്യാൻ നെവർ മാച്ച്. സോ നിങ്ങളൊരു കമ്പനിയിൽ ഒരു ഹയറിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിച്ചിട്ട് വേണം. അതായത് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള ഇനഫ് മാൻ പവർ ആൻഡ് റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രം ഫണ്ട് പോകുന്ന വഴികളിൽ കൈവയ്ക്കുക. ഇല്ലെങ്കിൽ യു വർക്ക് ഓൺ ദിസ് ഫസ്റ്റ്. മേക്ക് സെയിൽസ് ഫണൽസ്. പൈസ വരട്ടെ, എന്നിട്ട് നമുക്ക് ചെലവാക്കാം. ഇത് ഞങ്ങൾ ഒരു പക്ഷെ ആദ്യമേ തൊട്ട് ബാലൻസ് ചെയ്തിരുന്നെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ലായിരുന്നു. ഒരു മാസം കൈവിട്ട് പോയാൽ ദെൻ അടുത്ത മാസം തൊട്ട് ഈ പ്രോബ്ലംസ് വരാൻ തുടങ്ങും. സോ യു മസ്റ്റ് ഹാവ് റിസർവ് ഫണ്ട്സ് ഓൾസോ. നമ്മളുടെ കമ്പനിയിൽ സെയിൽസ് ടീം ഇല്ല എന്ന് പറഞ്ഞിട്ടോ ഫണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ
നമുക്ക് സാലറി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ദ ഫിക്സഡ് ലയബിലിറ്റി ഈസ് ഓൾവേസ് ദർ. എവറി മന്ത് യു ഹാവ് ടു പേ ദ സാലറി. എപ്പോഴും സാലറി കൃത്യമായ ഒരു ദിവസം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം എംപ്ലോയീസിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആ ടൈമിൽ കിട്ടുന്ന സാലറി തന്നെയാണ്. അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ പ്രയോറിറ്റി നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് വേണം എല്ലാം പ്ലാനിങ് ചെയ്യാനായി. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് വരാനുള്ള വഴികളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഇതെല്ലാമാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ 7 മിസ്റ്റേക്കുകൾ. ഇതല്ലാതെ ഒരുപാട് മിസ്റ്റേക്സ് പിന്നെയും സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു 7 മിസ്റ്റേക്സ് ആണിത്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഐ വാസ് വാച്ചിങ് എവറിത്തിങ് ആൻഡ് ഐ വാസ് ലേണിംഗ്. ഇതെല്ലാം കേട്ട് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതെല്ലാം അറിയുമെങ്കിൽ എന്തുകൊണ്ട് അന്നേരം ആ ആക്ഷൻ എടുത്തില്ല എന്ന്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് യു ആർ ഇൻ ടു ദ ബിസിനസ്. നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അതിൻ്റെ കൂടെയാണ് ഇതെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. യു ആർ ഡൂയിങ് ഫയർ ഫൈറ്റിംഗ്. അതിൻ്റെ ഇടയിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി പറ്റില്ല. മാത്രമല്ല, ഫോർ എവറി ഡിസിഷൻസ് you have to consider so many people like your partners, your founders and a lot of things. And എല്ലാവരുടെയും തീരുമാനം ഒന്നാകണമെന്നില്ല. At that point you are taking one risk. Second, നിങ്ങൾക്ക് ഒരുപാട് ടൈം അവിടെ നഷ്ടപ്പെടും. ടൈം മീൻസ് മണി. സോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നെല്ലാം ഞങ്ങൾ പഠിച്ച പാഠം ഉൾക്കൊണ്ട് we are planning a new relaunch, but till then we have to do lot of homework, especially documentation ആൻഡ് പ്രോസസ് സെറ്റിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, പ്രോസസ് സെറ്റിംഗ്. ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് മലയാളികൾക്ക് എന്തോ ഭയങ്കര താല്പര്യക്കുറവുണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് ഇതെല്ലാം കൺസൾട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ കൺസൾട്ടിങ് എടുത്തില്ല എന്നുണ്ടെങ്കിലും ഡു സം റിസർച്ച് ഓഫ് യുവർ ഓൺ ആൻഡ് ട്രൈ ടു ഇംപ്ലിമെന്റ് എ ഗുഡ് സിസ്റ്റം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല കൺസൾട്ടൻസിന് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബി സ്മാർട്ടർ, ലേൺ ഫ്രം മൈ മിസ്റ്റേക്ക് ആൻഡ് ഇംപ്രൂവ് യുവർ ബിസിനസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ദിസ് ടു അതർ ബിസിനസ് പീപ്പിൾ. അവർക്കും ഇത് മനസ്സിലാകട്ടെ. ഡോണ്ട് റിപ്പീറ്റ് ദ മിസ്റ്റേക്സ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ദിസ് ഈസ് സുബിലാൽ സൈനിങ് ഓഫ്. താങ്ക് യു.